എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കേരമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കുടംപുളി ഇട്ട് ഞാൻ കറി വെക്കുന്നതെന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിപ്പോൾ ഞാൻ വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത കേരമീനാണ്. അതൊരു ഇഡ്ഡലിയുടെ പാത്രത്തിൽ മറ്റേ ഊട്ടുള്ള പാത്രമില്ലേ, അതിലിങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓരോരുത്തരും വ്യത്യസ്ത രീതിയായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി എടുത്താലും മതി. കാശ്മീരി ആകുമ്പോൾ ഇച്ചിരി കളറൊക്കെ ഉണ്ടാവും മീൻകറിക്ക്. ഇനിയിപ്പോൾ കളർ വരാനായിട്ട് കാശ്മീരി തന്നെ ഇടണമെന്നില്ല. അല്ലാത്ത ടിപ്സ് ഞാൻ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം അവസാനം വരെ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ മുളക് പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുഴമ്പ് രൂപത്തിൽ ഒന്ന് ആക്കിയെടുക്കാം. കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് കുഴച്ചിട്ട് എടുത്താലും മതി. അല്ലെങ്കിൽ കൈയൊക്കെ പുകച്ചിലെടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്. ഇതാ ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഓവർ വെള്ളമൊന്നും ആവരുത്. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഓവർ അങ്ങോട്ട് വെള്ളമായൊന്നും പോകരുത്. പൊടി എല്ലാം കൂടി ഒന്ന് നനച്ച് വെക്കുക, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ രൂപത്തിലൊന്ന് ആക്കി വെക്കുക. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത പണിയിലോട്ട് കിടക്കാം. മീൻകറിക്ക് ആവശ്യമായ കുടംപുളി അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്ക് മീൻകറി എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി എരിവും പുളിയൊക്കെ ഇച്ചിരി കൂടുതൽ വേണം. അപ്പോൾ എന്നാലല്ലേ ഒരു മീൻകറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പുളി ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി വഴറ്റാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇതാ ഫ്രഷ് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് വലിയൊരു വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്താലും മതി ചെറുതാണെങ്കിൽ. പിന്നെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാരണം കാശ്മീരി മുളക് പൊടിയാണല്ലോ, അപ്പോൾ എരിവ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഒരു സവാള 2 മുറിച്ചത് എടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് അധികം വൈകാതെ തന്നെ മീൻകറി ഉണ്ടാക്കുന്നതിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ബാക്കി പരിപാടി. ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ കേരമീൻ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പിന്നെ പൊടികളും പിന്നെ കടുക്, ഉലുവ, ഈ പറഞ്ഞ സാധനങ്ങൾ, നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മസാല എന്നിവ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കുടംപുളിയൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ വെക്കണം. എല്ലാത്തിനും കൂടി അങ്ങനെ ഓടി ഓടി നടക്കേണ്ട അവസ്ഥ വരരുത്. പിന്നെ എല്ലാം ചട്ടിയുടെ അടുത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് ട്ടാ കൂടുതൽ ടേസ്റ്റ്. ഇച്ചിരി അധികം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കണം. അത് മാത്രമല്ല നമ്മുടെ മസാലയൊക്കെ ഒന്ന് പച്ചച്ചോവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതാണ്. അപ്പം ഇച്ചിരി അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് ആദ്യം പൊട്ടിക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഉലുവയൊക്കെ കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കടുക് കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് സാധനങ്ങളില്ലേ, അതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ സവാളയുടെ ഒക്കെ പച്ചച്ചൊവൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം, എന്നിട്ട് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. കരിഞ്ഞു പോകരുത്, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കണ്ടോ, ഇപ്പോൾ നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ, ബ്രൗൺ കളർ, ആ ഒരു കളറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ, ഈ മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എന്തോരം ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാമോ അത്രയും ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണയിൽ. അപ്പോൾ കറിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ടിപ്സ് പറഞ്ഞുതരാന്ന്, കളർ വരാനായിട്ട്. ഇത് നന്നായിട്ട് വഴച്ചും തോറും അവസാനം കറിക്ക് നല്ല കളറായിരിക്കും. ഇപ്പൊ കാശ്മീരി എന്നില്ല, ഏത് മുളക് പൊടി ഇട്ടാലും നല്ല കളർ വരും മീൻ കറിക്ക്. അപ്പോൾ ഇതുപോലെ കണ്ടോ, നന്നായിട്ട് നമ്മൾ വരട്ടി 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 എടുക്കണം. പച്ചച്ചൊവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുടംപുളി ഇല്ലേ, ആ വെള്ളവും കുടംപുളിയൊക്കെ കൂടി നമ്മൾ കുഴച്ച ആ പാത്രം ഇല്ലേ, മസാല കുഴച്ച് വെച്ച അതിലേക്ക് ഇട്ടിട്ട് ആ അരപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് മീൻകറിലോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പൊക്കെ കളയാനായിട്ട് തോന്നണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മറ്റേ വഴറ്റിയിലോട്ട് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. കാരണം ആ മസാല കട്ട പിടിച്ചിരിക്കണായിരിക്കും. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പച്ചവെള്ളമല്ല ഒഴിക്കണേ, ചൂടാറിയ വെള്ളമാണ് ഒഴിക്കണേ.
അത് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട. കാരണം മീനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് പോരായെങ്കിൽ ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വഴറ്റിയപ്പോൾ ഇച്ചിരി ഇട്ട് കൊടുത്തായിരുന്നു, അത് പോരാ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പോരായെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാ ചാറ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയിലോട്ട് കിടക്കാം. നമ്മുടെ മീനൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പിറക്കി ഇടാം. എപ്പോഴും ചാറ് തിളച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതാ ഞാൻ എല്ലാ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ മീൻ ഇങ്ങനെ ആ ചാറിൽ മുങ്ങിക്കിടക്കണം. ആ പരുവം മതി വെള്ളം. അല്ലാണ്ട് നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് വെറുതെ നശിപ്പിക്കരുത്. നമ്മൾ ഇതേ അവസാനം ഇത് തിളച്ചൊക്കെ വരുമ്പോൾ കറിയൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരുമ്പോഴത്തേക്കും ചാറ് ഇച്ചിരി കൂടി പൊങ്ങിയിരിക്കും. ഇച്ചിരി കൂടി കൂടുതലാവും ചാറ്, കാരണം മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത് ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് മീൻ കുക്ക് ചെയ്തെടുക്കണം. നമുക്കിനി അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മീൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതാ ഇപ്പം മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു. ഇതാ അവസാനമായിട്ട് ഞാൻ തുറക്കുകയാണ്. ഇപ്പൊ കറി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഇച്ചിരി കൂടി ചാറായിട്ടുണ്ട്. ഇതിലും ചാറിന്റെ ആവശ്യമില്ലല്ലോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ കേരമീൻ്റെ കുടംപുളിയിട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പം കപ്പയുടെ ഒപ്പം പറയേ വേണ്ട, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ അറിയാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ എപ്പോഴും മീൻകറി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും മീനിലോട്ട്. അപ്പോൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നാത്തത്. അപ്പോൾ ഉണ്ടാക്കി തലേ ദിവസം അങ്ങോട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കണോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേരമീൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെക്കാം. ചോറുണ്ണാറാവുമ്പോൾ എടുക്കാം. ഇപ്പം മീൻകറി എന്നല്ല, എന്ത് കറി ആയിക്കോട്ടെ, ഒരു ചമ്മന്തി ആയാൽ പോലും നമ്മൾ നല്ല സ്നേഹത്തോടെ അല്ലെങ്കിൽ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിക്കേ. അപ്പോൾ കറിക്കൊക്കെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇതാ അപ്പം ഞാൻ വർത്തനം പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അതേ ഫ്ലെയിം ഓഫ് ചെയ്തു. അതേ നമ്മുടെ കേരമീൻ്റെ കറി റെഡിയായി. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.